രേഷൻ ടോക്സിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ പറയുന്നത് വെച്ചാൽ ഏതൊരു താരത്തിനെയും കുഴപ്പത്തിലാക്കാൻ വേണ്ടിയിട്ട് കുറേ കൂടെ നടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവരാണ് മിക്കവാറും ഏതൊരു താരത്തിൻ്റെയും പേര് അല്ലെങ്കിൽ സൽപ്പേര് കളഞ്ഞു കുളിക്കത്തക്ക രീതിയിൽ. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളിന് മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു അശ്വന്ത് കോക്ക് എന്ന് പറയുന്ന ഒരു റിവ്യൂവർ ടർബോ എന്ന് പറയുന്ന ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം ഒരു റിവ്യൂ ചെയ്തതിന് മമ്മൂട്ടി കമ്പനിയുടെ ഭാഗത്തു നിന്നൊരു കോപ്പിറൈറ്റ് കൊടുത്തെന്നും പറഞ്ഞിട്ട് അശ്വന്ത് കോക്ക് അത് സംസാരിക്കുകയും അത് വലിയ രീതിയിലുള്ള ഒരു ചർച്ചയ്ക്ക് വിധേയമാവുകയും ചെയ്തിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ. അതായത് ലാലേട്ടൻ്റെ സിനിമകളിൽ എത്ര വിമർശനങ്ങൾ ഉണ്ടായാലും അതിന് ഒരിക്കലും ഒരു കോപ്പിറൈറ്റ് കൊടുക്കുകയോ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ ചെയ്യുന്നില്ല എന്നും, മറിച്ച് മമ്മൂട്ടി കമ്പനിയുടെ ഭാഗത്ത് കാര്യം മമ്മൂക്ക അതിന് ഒരിക്കൽ പറയുണ്ടായി റിവ്യൂവിൻ്റെ ഭാഗത്ത് പോകട്ടെ, സിനിമയുടെ രീതിയിൽ പോയിക്കോളൂ എന്നുള്ളത്. അതൊക്കെ എടുത്തു വെച്ചിട്ട് പല ആൾക്കാർക്കും ചർച്ച ചെയ്യത്തക്ക രീതിയിലേക്കുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി വെച്ചു. അതിനെ തുടർന്ന് ഒരു വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുകയും ചെയ്തു, ഒരു പക്ഷേ മമ്മൂട്ടി കമ്പനിയുടെ ഭാഗത്തുനിന്ന് കോപ്പിറൈറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും ശ്രമിക്കുന്നെങ്കിൽ അതൊരു പക്ഷേ ചിലപ്പോൾ മമ്മൂക്ക അറിഞ്ഞിട്ടുണ്ടാവത്തില്ല എന്ന് ഞാൻ പറയുകയും ചെയ്തു. കാര്യം ഇത് ഞാൻ പറഞ്ഞില്ലയോ, കുറേ ആൾക്കാരെ ഏൽപ്പിക്കുന്ന കുറേ ആൾക്കാർ ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് തോന്നിവാസവും കാണിക്കാം, ആരുടെ പേരും കളഞ്ഞു കുളിക്കാമെന്ന് ഉദ്ദേശിക്കുന്ന ചില ആൾക്കാരുണ്ട്. ഇവരുടെയൊക്കെ കൂടെ പറ്റിച്ചേർന്ന് നിൽക്കുന്നത് അത് മമ്മൂക്കയ്ക്കാണെങ്കിലും ലാലേട്ടനാണെങ്കിലും അതുപോലെ പ്രമുഖരായിട്ടുള്ള എല്ലാ നടീനടന്മാരോടൊപ്പം ഇതുപോലെ കൂടിച്ചേർന്ന് അല്ലെങ്കിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. കാര്യം ഇവരുടെ എല്ലാവരുടെയും സൽപ്പേര് കളഞ്ഞു കുളിക്കത്തക്ക രീതിയിലേക്ക് പഴയ പ്രമുഖനായിട്ടുള്ള ചില നടന്മാരുടെ കൂടെ മാനേജർ എന്നും പറഞ്ഞുകൊണ്ട് കൂട്ടുകൂടി അവരെയൊക്കെ വഴിയാരമാക്കിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൊലവട്ടം കേട്ടിട്ടുണ്ട്. ഈ പ്രാവശ്യം നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം വീണ്ടും അതായത് മമ്മൂക്കയുടെ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ് ഡൊമിനിക് ആൻഡ് ദ ലേഡി പേഴ്സ്. അപ്പോൾ അതിൻ്റെ ഒരു ടീസർ റിലീസ് ചെയ്തപ്പം അതിൻ്റെ ഒരു ടീസറിൻ്റെ ഒരു റിയാക്ഷൻ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചെയ്തപ്പോഴത്തേക്ക് വീണ്ടും അതായത് മമ്മൂട്ടി കമ്പനിയുടെ പേജിൽ കൂടെയാണ് അവർ ആ ടീസർ റിലീസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതേ നമ്മളും സ്വാഭാവികമായിട്ട് നമ്മുടെയൊക്കെ യൂട്യൂബ് പേജുകൾ അതിപ്പോൾ ഈ സിനിമയുടെ എന്നുള്ള മിക്കവാറും എല്ലാ സിനിമകളുടെയും ടീസറും ട്രെയിലറും ഒക്കെ റിയാക്ഷനുകൾ ഉണ്ടാവും. അതുപോലെ സിനിമ ഇറങ്ങുമ്പോഴത്തേക്ക് ഒപ്പീനിയൻ എന്നോ റിവ്യൂ എന്നോ ഒക്കെ പറയുന്ന പേരുകളിൽ പല ആൾക്കാരും അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പങ്കുവെക്കാറുണ്ട്. അപ്പം പക്ഷേ ഇന്നിപ്പം ഈ സിനിമയുടെ ഒരു ടീസറിൻ്റെ ഒരു റിയാക്ഷൻ നടത്തിയപ്പോഴത്തേക്ക് തീർത്തും വളരെ വിഷമകരമായിട്ടുള്ള രീതിയിൽ അതിനൊരു കോപ്പി റൈറ്റ് കൊടുത്തിരിക്കുന്നത് അവനിയർ ടെക് ഡിജിറ്റൽ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ട് മറ്റാരെയോ കൊണ്ടാണ് മമ്മൂട്ടി കമ്പനിയുടെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലുള്ള ഒരു കോപ്പി റൈറ്റ് ഉണ്ടായിരിക്കുന്നത്. അതായത് ഇപ്പോൾ ഒരു ഇത്തരത്തിലുള്ളൊരു നമ്മളിപ്പോൾ ഒരു ടീസറിൻ്റെ റിയാക്ഷൻ നമ്മൾ ചെയ്യുന്ന സമയത്ത് ലക്ഷക്കണക്കിനോ അല്ലെങ്കിൽ കോടിക്കണക്കിനോ രൂപ ഉണ്ടാക്കി കളയാം അല്ലെങ്കിൽ സമ്പാദിച്ച് കളയാമെന്നൊന്നും വിചാരിച്ചിട്ടല്ല ആരും ഒന്നും ചെയ്യുന്നത്. ഇപ്പം മമ്മൂക്കയോടുള്ള ചിലപ്പോൾ ഒരു സ്നേഹം കൊണ്ടായിരിക്കും ഇത്തരത്തിലുള്ള നമ്മൾ വളരെ 1 മിനിറ്റ് താഴെയുള്ള ഒരു ടീസറിൻ്റെ ഒരു റിയാക്ഷൻ നടത്തുക എന്ന് പറഞ്ഞത്. കാര്യം ആ സിനിമയ്ക്ക് ഒരു പ്രൊമോഷൻ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ പല നടന്മാരുടെ സിനിമകൾക്കൊക്കെ ടീസറിൻ്റെയും ട്രെയിലറിൻ്റെയൊക്കെ റിയാക്ഷൻ നടത്തുന്ന സാധാരണയുള്ള യൂട്യൂബേഴ്സ് എന്ന് പറയുന്നവരൊന്നും വലിയ രീതിയിലുള്ള പണം പ്രതീക്ഷിച്ചൊന്നും അല്ലാത്തരത്തിലുള്ളൊരു കാര്യങ്ങൾ. അത് അത്തരത്തിലുള്ള രീതിയിലുള്ള വലിയ ആൾക്കാരുടെ അല്ലെങ്കിൽ വലിയ ഒരുപാട് സബ്സ്ക്രൈബേഴ്സുള്ള യൂട്യൂബേഴ്സിൻ്റെ അത്തരത്തിലുള്ള വീഡിയോകൾക്ക് ചിലപ്പം ഒരുപാട് പൈസ ചിലപ്പോൾ വന്നിരിക്കും. പക്ഷേ അതൊന്നും നോക്കാതെ ചെയ്യും അല്ലെങ്കിൽ മമ്മൂക്കയോടുള്ള ഒരു സ്നേഹം കൊണ്ട് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് അത്തരത്തിലുള്ള നമ്മുടെയൊക്കെ ഒരു വീഡിയോയ്ക്ക് തന്നെ എവിടെയെങ്കിലും ഇരുന്നുകൊണ്ട് കുറേ ആൾക്കാർ മമ്മൂക്കയെ അറിയാതെ മമ്മൂക്കയെ അറിഞ്ഞിട്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ കാര്യത്തിനകത്ത് കൂടെ പറ്റിപ്പിടിച്ചിരിക്കുന്ന കുറേ ഓന്മാരാണ് മമ്മൂക്കയെ പോലുള്ള ആൾക്കാരെ നാണം കെടുത്തുന്നത്. ഇപ്പോൾ എന്നെ പോലെ ടീസറിന് ഈ പറഞ്ഞ കണക്ക് കോപ്പിറൈറ്റ് മറ്റാർക്കെങ്കിലും യൂട്യൂബേഴ്സിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ നാളെ ഇതൊരു ചർച്ചയാക്കും ഒരു കാര്യം. ഈ പറഞ്ഞ കണക്ക് ലാലേട്ടൻ്റെ സിനിമകൾക്കോ ലാലേട്ടൻ്റെ സിനിമകളുടെ ടീസറുകൾക്കോ ട്രെയിലറുകൾക്കോ ഒന്നും അത്തരത്തിലുള്ളൊരു കോപ്പിറൈറ്റും കാര്യങ്ങളുമായിട്ടൊന്നും പോകാത്തപ്പം മമ്മൂക്കയുടെ തന്നെ പ്രത്യേകിച്ച് മമ്മൂട്ടി കമ്പനി തന്നെ നിർമ്മിക്കുന്ന അല്ലെങ്കിൽ മമ്മൂട്ടി കമ്പനിയുടെ യൂട്യൂബിൽ കൂടെ പുറത്തുവിട്ടിരിക്കുന്ന ഒരു വീഡിയോയ്ക്ക് ഒരു കോപ്പിറൈറ്റ് കൊടുക്കുക എന്ന് പറയുന്നത് തീർത്തും വളരെ മോശമായിട്ടുള്ളൊരു കാര്യം പറയാതിരിക്കാൻ വയ്യ. മമ്മൂക്കയോട് ഒരുപാട് സ്നേഹമുണ്ട്, മമ്മൂക്കയുടെ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. മമ്മൂക്കയുടെ സ്നേഹത്തിനകത്ത് ഒരു കാലത്ത് ഒരു ശകലം പോലും കുറവും വരത്തില്ല. ഇപ്പോൾ ഇതിൻ്റെ പേരിലോ മറ്റൊന്നിൻ്റെ പേരിലോ അതിപ്പോൾ മമ്മൂക്കയായാലും ലാലേട്ടനായാലും ശരി. പക്ഷേ ഇത്തരത്തിലുള്ള മോശമായിട്ടുള്ള ഒരു പ്രവണത ശരിയല്ല. കാര്യം ഒരു യൂട്യൂബർ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് ഒരു ടീസറിൻ്റെ ട്രെയിലർ ഇപ്പോൾ അവരുടെ ഒരു സിനിമയെ മോശമാക്കി ചിത്രീകരിച്ചുകൊണ്ടെന്നുള്ള ഒരു വീഡിയോ അല്ല. അത്തരത്തിലുള്ളൊരു വീഡിയോയ്ക്ക് വേണമെങ്കിൽ അവർ കോപ്പിറൈറ്റ് കൊടുക്കട്ടെ. അത്തരത്തിലുള്ള കോപ്പിറൈറ്റ് കൊടുക്കുന്നതിനോടും എനിക്ക് എതിർപ്പുണ്ട്. പക്ഷേ എന്നാലും ഞാൻ പറഞ്ഞ കണക്ക് പക്ഷേ ഒരു ടീസറിൻ്റെയൊക്കെ ഒരു റിയാക്ഷൻ വരുന്ന സമയത്ത് അതിനകത്ത് വളരെ നല്ല രീതിയിൽ അവസാനിപ്പിക്കുമ്പോൾ പ്രത്യേകിച്ച് 2 മിനിറ്റ് താഴെ ഒരു ടീസറിൻ്റെ ഒരു റിയാക്ഷൻ നടത്തി നമ്മളൊരു വീഡിയോ ചെയ്യുന്ന സമയത്ത് അതിനൊരു കോപ്പിറൈറ്റ് കൊടുക്കുക. എന്തായാലും ഈ കോപ്പിറൈറ്റിൻ്റെ ആ വീഡിയോ അതിനകത്തുനിന്ന് നീക്കം ചെയ്യാനായിട്ട് എനിക്ക് താല്പര്യവുമില്ല. കാര്യം ആ ടീസർ കൊണ്ട് ലക്ഷക്കണക്കിനോ അല്ലെങ്കിൽ കോടിക്കണക്കിനോ രൂപ ഉണ്ടാക്കി കളയാമെന്നുള്ള ആഗ്രഹവും എനിക്കില്ല. അല്ലെങ്കിൽ തന്നെ അതിൻ്റെ ഞാനിപ്പോൾ പറഞ്ഞ കണക്ക് അതിൻ്റെ ഒരു കോപ്പിറൈറ്റ് ഒഴിവാക്കി കിട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് താല്പര്യവുമില്ല. കാര്യം അത് നിങ്ങൾ ആ ടീസർ അങ്ങ് ഒഴിവാക്കിക്കോ. ടീസർ ഒഴിവാക്കിയിട്ട് എൻ്റെ 1 മിനിറ്റിൽ താഴെയുള്ള അല്ലെങ്കിൽ 50 സെക്കൻഡ് 59 സെക്കൻഡോളം വരുന്ന എൻ്റെ വീഡിയോ മാത്രം അതിനകത്ത് ഇട്ടേക്കാൻ. അതിൽ നല്ലത് ഞാൻ ഒന്നിയിൽ
ആ വീഡിയോ മൊത്തത്തിൽ അങ്ങ് റിമൂവ് ചെയ്ത് വിടുന്നതാണ്. കാര്യം ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുക. ഒന്നിൽ അത് മൊത്തത്തിൽ റിമൂവ് ചെയ്യണം, അല്ലെങ്കിൽ അത് അങ്ങനെ കിടക്കട്ടെന്ന് വിചാരിക്കണം. എന്തായാലും ആ ടീസർ ഒഴിവാക്കിക്കൊണ്ട് മാത്രം ഉള്ള ഒരു കോപ്പിറൈറ്റ് അതിനകത്ത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഒട്ടും താല്പര്യമില്ല. പക്ഷേ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പം മറ്റുള്ളവരൊക്കെ ഇങ്ങനെ ഈ ഒരു സിനിമ അല്ലെങ്കിൽ ഒരു ടീസറിൻ്റെ അല്ലെങ്കിൽ ട്രെയിലറിൻ്റെ ഒരു സിനിമയുടെയൊക്കെ റിയാക്ഷൻ അല്ലെങ്കിൽ ഒപ്പീനിയനും റിവ്യൂ ഒക്കെ പങ്കുവയ്ക്കുന്ന ആൾക്കാരുടെ ഇതിന് കോപ്പിറൈറ്റ് കൊടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ആളുകളുടെ സിനിമകളുടെ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അങ്ങ് മാറ്റി വെക്കേണ്ടി വരും. കാര്യം ഇവരുടെ സിനിമകൾ റിലീസ് ചെയ്യുന്ന സമയത്ത് ഇവരുടെ സിനിമകളെക്കുറിച്ചുള്ള ഞാൻ പറഞ്ഞ കണക്കൊരു റിവ്യൂ അല്ലെങ്കിൽ ഒപ്പീനിയനോ അല്ലെങ്കിൽ ടീസറിൻ്റെ ട്രെയിലറിൻ്റെ ഒന്നും റിയാക്ഷനുകളൊന്നും ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ ചെയ്യാൻ താല്പര്യമില്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോവും. കാര്യം അത് വളരെ മോശമായിട്ടുള്ള കാര്യം. പ്രത്യേകിച്ച് മമ്മൂട്ടി കമ്പനിയുടെ ഭാഗത്തുനിന്ന് അതിൻ്റെ നേതൃസ്ഥാനത്തിരിക്കുന്ന അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു കാര്യങ്ങൾ നോക്കി നടത്തുന്ന ആൾക്കാരുടെ ഭാഗത്തുനിന്നുണ്ടാവുന്ന ഇത്തരത്തിലുള്ള മോശമായിട്ടുള്ള പ്രവൃത്തികൾ മമ്മൂക്ക എന്ന് പറയുന്ന ഒരു മഹാനായ ഒരു നടന്, അതായത് ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും വലിയൊരു താരത്തിന് അല്ലെങ്കിൽ ലോകത്തിലേക്ക് നമുക്ക് എടുത്തു കാണിക്കാൻ പറ്റുന്ന മലയാളത്തിൻ്റെ ഒരു ഏറ്റവും വലിയൊരു താരത്തിന് അല്ലെങ്കിൽ നമുക്കൊരു നടന് വളരെ ചീത്തപ്പേരുണ്ടാക്കുന്ന രീതിയിലാണ് ഈ കൂടെ പറ്റിച്ചേർന്ന് നടന്ന് നമ്മൾ പറയുന്ന കണക്ക് ഈ എന്തുവരെ പറയുന്നത് ആനയെക്കാട്ടിലും അല്ലെങ്കിൽ വലിയ പാപ്പാൻ എന്ന് പറയുന്ന കണക്ക് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കണക്ക് ഭഗവാനെക്കാട്ടിലും വലിയ ആരാണ്ടെന്നൊക്കെ നമ്മൾ പറയുന്ന കണക്ക് ഉള്ള കുറേ ആൾക്കാർ, മമ്മൂക്കയെക്കാട്ടിലും വലിയ ആൾക്കാരാണെന്ന് വിചാരിക്കുന്ന കുറേ ആൾക്കാർ, വളരെ മോശമായിട്ടുള്ളൊരു പ്രവൃത്തിയാണ്, വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണിത്. ഇത്തരത്തിലുള്ളൊരു കാര്യങ്ങൾ ചെയ്ത് മമ്മൂക്കയ്ക്ക് നാണക്കേട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഇവരന്മാരെ ഓരോരുത്തരെ എടുത്ത് മമ്മൂക്ക ഒഴിവാക്കി വിട്ടില്ലെന്നുണ്ടെങ്കിൽ ഇനി അദ്ദേഹത്തിന് കൂടുതൽ ചീത്തപ്പേരുകൾ സമ്പാദിച്ചു കൊടുക്കാൻ മാത്രമേ ഈ കൂടെ നടക്കുന്നവരെ കൊണ്ട് പ്രയോജനം ഉണ്ടാവത്തുള്ളൂ എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. താങ്ക് യു.